ഹായ്, എന്റെ പേര് റഹ്മത്ത്. ഞാൻ ലേൺ വൈസിലെ ഹിസ്റ്ററി ഫാക്കൽറ്റി ആണ്. ഞാൻ എടുക്കാൻ പോകുന്ന പേപ്പർ BHIC 102 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദി ആൻഷ്യൻ വേൾഡ് എന്നാണ്. അപ്പോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു പേപ്പറിനെ കുറിച്ച് BHIC 102ന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾ ഈ ചാപ്റ്റേഴ്സിൽ, അതായത് ഈ പേപ്പേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്, ഏതൊക്കെ യൂണിറ്റ് ആണുള്ളത്, ഇത് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്, ഇതിനെയൊക്കെ കുറിച്ചൊക്കെയാണ്. അപ്പോ നമ്മുടെ പേപ്പർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ടൈറ്റിൽ തന്നെ നമുക്ക് സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചർ പാറ്റേൺസ് ഓഫ് ദി ആൻഷ്യൻ വേൾഡ് എന്നാണ്. അപ്പോ ഈ ഒരു ഇതില് രണ്ട് വാക്കുകൾ, അതായത് രണ്ട് സംഭവങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒന്ന് സോഷ്യൽ ഫോർമേഷൻസ്, രണ്ട് കൾച്ചർ പാറ്റേൺസ്. ഈ സോഷ്യൽ ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സാമൂഹികപരമായിട്ട് മനുഷ്യർക്കുണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അവര് രൂപാന്തരം പ്രാപിച്ചത് എങ്ങനെയാണ്, അവർ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അവര് കൂട്ടം കൂടി നടക്കാൻ വേണ്ടി തുടങ്ങിയത്, പിന്നെ അതിൽ നിന്ന് അവരെന്ത് ഫാമിലി, കുടുംബം എന്ന് പറയുന്ന ആശയത്തിൽ എത്തിയതും, ആ കുടുംബത്തിൽ നിന്ന് പതുക്കെ പതുക്കെ സമൂഹം എന്ന് പറഞ്ഞ ആശയത്തിൽ എത്തിയതും, ഇതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ കൾച്ചറൽ പാറ്റേൺസ് എന്ന് വെച്ചാൽ ഈ ഒരു രൂപാന്തരം വരുന്നത് വഴി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാംസ്കാരികപരമായിട്ട് നമുക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ആദ്യം നമ്മൾ ജീവിച്ചിരുന്നത് വേട്ടയാടിയിട്ടായിരുന്നു. പിന്നെ എന്താ പറയാ, കാട്ടുകളിൽ ചെന്നിട്ട് കാട്ടിലാണ് നമ്മൾ ആ സമയത്ത് ജീവിച്ചിരുന്നെങ്കിൽ കാട്ടൊക്കെ സമതലങ്ങൾ, പ്ലെയിൻ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ, പിന്നെ ചതുപ്പായുള്ള ഇടങ്ങളുണ്ടെങ്കിൽ, പിന്നെ അതിനനുസരിച്ച് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് കായ്ഫലങ്ങളോ പൂക്കളോ എന്തെങ്കിലും ഇലകളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ ശേഖരിച്ചിട്ട്, വസ്തുക്കൾ ശേഖരിച്ചിട്ട് കഴിക്കുക. പിന്നെ അതിനുശേഷം സ്കാവഞ്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചത്ത് കിടക്കുന്ന ജീവികൾ ഉണ്ടെങ്കിൽ അവരെല്ലാരെയും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങ് കഴിക്കുക. അപ്പൊ അതൊക്കെയാണ് സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, ഇപ്പോ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന എന്താണ്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ മെച്ചപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇൻഡക്ഷൻ അടുപ്പിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കൾച്ചറൽ പാറ്റേൺ. പിന്നെ പറയുന്നത് വെച്ചാൽ സാംസ്കാരികപരമായിട്ട് നമ്മൾ മനുഷ്യന്മാരെ കുറെ അധികം കാലങ്ങളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, തരം തിരിക്കുന്നുണ്ട്. പിന്നെ ആ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറെ അധികം സാംസ്കാരികമായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്, സിവിലൈസേഷൻസ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കനുസരിച്ച്, അതായത് നമ്മൾ ഏതിലാണോ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്, ഏതിലാണോ അധികം സ്വാധീനിക്കപ്പെട്ടത്, അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറേയധികം സംസ്കാര എന്താ പറയാ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ചും, പിന്നെ ഏറ്റവും അവസാനം നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മരങ്ങളിൽ അത്രയും കയറി കയറി കായ്ഫലങ്ങളൊക്കെ കഴിക്കുന്ന പ്രിമൈറ്റ്സിൽ നിന്ന് നമ്മൾ ആധുനിക മനുഷ്യനായിട്ട് ജനാധിപത്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് വരെ ആയിരിക്കും നമ്മൾ ഈ ഒരു പേപ്പർ നമ്മൾ മുഴുവനായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതില് കുറേയധികം തീംസ് ഉണ്ട്. ഓരോ തീമുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട്, ആ ഒരു തീമില് ഒന്നാമത്തെ തീമാണ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. അപ്പൊ ഈ ഒരു പിക്ചർ വളരെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള പിക്ചറാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം പ്രമൈറ്റ്സ്, അതായത് കുരങ്ങു വർഗത്തിൽ നിന്ന് പിന്നെ എന്ത് ചെയ്ത് പതുക്കെ 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 മനുഷ്യന്മാരായിട്ട് മാറാം. അപ്പോ അതില് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോഴത്തേക്കും, ഓരോ സ്റ്റേജസ്, ഓരോ ഘട്ടങ്ങൾ എത്തുമ്പോഴത്തേക്കും ഇവർക്ക് പല പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ആദ്യം നമ്മൾ പ്രൈമേറ്റ്സ് ആയിട്ട് കുരങ്ങുവർഗ്ഗങ്ങളായിട്ട് നിൽക്കുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ എല്ലാ ലോകവും ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ ജീവിക്കും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനായിട്ട് വളരെയധികം ദശലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്തത്, വേണ്ടി വന്നത്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ എത്തുന്നത്, ഈ ഒരു ഇതില് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന വേറൊരു സംഭവമാണ് എന്തോന്ന്, നമ്മൾ പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സസ്. അതായത് പ്രീ ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ചരിത്രം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ചരിത്രം. അതായത് ആധുനിക മനുഷ്യരും എന്താ പറയാ, ആധുനിക മനുഷ്യർ മുതലാണല്ലോ നമ്മൾ ജനാധിപത്യത്തിനെ കുറിച്ചും മറ്റുമൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനുശേഷം നമ്മൾ ചരിത്രങ്ങൾ എഴുതാൻ വേണ്ടി, ചരിത്രങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചരിത്രം എങ്ങനെയായിരുന്നു, നമ്മൾ എങ്ങനെയായിരിക്കും അത് വിശകലനം ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ അറിയാലോ, അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഒരു അസ്ഥികൂടം കിട്ടിയാൽ പറയും, ഓക്കെ ഇത് ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, വലയിൽ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒബിയസ്ലി അസ്ഥികൂടങ്ങളൊക്കെ കിട്ടിയാൽ നമ്മൾ പോലീസിലൊക്കെ കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങൾ, അതായത് ഇപ്പോ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ആഫ്രിക്കയിലുള്ള
ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഇത്യോപ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ അസ്ഥികൂടങ്ങൾ കിട്ടിയ അത് കാടിന്റെയോ മലകളുടെ ഇടയിലോ കിട്ടിയ നമ്മളിത് ക്രിമിനൽ റെക്കോർഡ്സിൽ കൊടുക്കാതെ നേരിട്ട് ആർക്കിയോളജിക്കൽ സർവേ ആയി കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അതായത് പിന്നെ ആന്ത്രപ്പോളജിക്കൽ സൊസൈറ്റി, അതായത് അത് ചിലപ്പോൾ നമ്മുടെ പൂർവികരുടെ അസ്ഥികൂടമാവാം. അപ്പോ അങ്ങനെ കണ്ടുപിടിച്ച് അവരുടെ ഏജ് അഥവാ കാർബൺ ഡേറ്റിംഗ് വഴി അവരുടെ വയസ്സ് എന്ന് വെച്ചാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരിക്കാം, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിരിക്കാം. അത് കണക്കാക്കി അവർ ഏത് സ്റ്റേജിലുണ്ടായിരുന്ന മനുഷ്യന്മാരാണ് എന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നതാണ് പ്രീ ഹിസ്റ്ററി. ഈ പ്രീ ഹിസ്റ്ററിയോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞ കൂടെ നമ്മൾ അടങ്ങും. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് വെച്ചാൽ പ്രീ ഹിസ്റ്ററി നമുക്ക് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ ജീവിച്ചിരുന്നതാണ്. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് വെച്ചാൽ അത് പ്രോട്ടോ ഹിസ്റ്ററി തുടക്കം മാത്രമാണ്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നില്ല. അപ്പോൾ പ്രോട്ടോ ഹിസ്റ്ററി എന്തെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരുന്ന കാലം തന്നെയാണ്, പക്ഷെ ആ കാലത്തിനെ കുറിച്ച് നമ്മൾ അപ്പൊ ചർച്ച ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു കാലഘട്ടത്തില് ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അതാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് ആ സമയത്ത് ഇതെല്ലാം ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദിയുടെ സംസ്കാരം. അതിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ആ സമയത്ത് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്കിപ്പോഴും വായിക്കാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു എഴുത്ത് ശൈലി ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്രോതസ് അവരുടെ സോഴ്സസ് ചെന്നിട്ട്, അതായത് ആർക്കിയോളജിക്കൽ സൈറ്റിലോ സൈറ്റ്സ് അതെയോ അവിടെ ചെന്നിട്ടോ, അല്ലെങ്കിൽ അവരുടെ എഴുത്തുവിദ്യ മനസ്സിലാക്കിയിട്ടോ, അവരുടെ ജീവിതശൈലിയൊക്കെ മനസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ കരകൗശല വിദ്യ മനസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ വ്യാപാര ബന്ധങ്ങൾ വഴിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചരിത്രം പുതുക്കി എഴുതുന്നുണ്ട്. അതിനാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്രീ ഹിസ്റ്ററി ആൻഡ് പ്രോട്ടോ ഹിസ്റ്ററി. പിന്നെ സോഴ്സസ് എന്ന് വെച്ചാൽ നമ്മള് ഇവരുടെ ജീവിതം എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ഒരു എന്താ പറയാ കോൺസെപ്റ്റുകൾ നമ്മളിപ്പോ പഠിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അവരുടെ ചരിത്രം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊക്കെ ഉള്ളതുകൊണ്ട് സ്രോതസ് അഥവാ സോഴ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹിസ്റ്ററിയിൽ. അതായത് ഇപ്പോ വളരെ റാൻഡം ആയിട്ട് നമ്മൾ ഒരാളുടെ എന്താ പറയാ കോട്ട് ചെയ്യുകയാണ് സ്പീച്ചിൽ, പക്ഷെ ആളുടെ കോട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സ്രോതസ് എന്താണ്, സോഴ്സ് എന്താണ്. അതായത് ഇവിടെ ഈ ഒരു ആൻഷ്യന്റ് സിവിലൈസേഷനിൽ നമുക്കൊരിക്കലും ആധുനിക മനുഷ്യന്മാർ എഴുതിയിട്ടുള്ളതോ ആ സമയത്ത് കമ്പ്യൂട്ടർ ഇപ്പൊ നമ്മൾ പറയാം റാൻഡം ആയിട്ട് ആ സമയത്ത് കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടായിരുന്നു തന്നെ അത് ചോദിക്കുന്നത്, ഇത് നീ പറയുന്നതിനുള്ള ഈ ഒരു ആശയം നീ മുന്നോട്ട് വെച്ചിട്ടുള്ള നിന്റെ സ്രോതസ് എന്താണ്, സോഴ്സ് എന്താണ്, ഇതായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഏത് ചരിത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ടോ, ഏത് ചരിത്ര വസ്തുക്കൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ടോ, എന്ത് ചരിത്ര വസ്തുതാപരമായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ടോ, അവിടെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് സ്രോതസ് അഥവാ സോഴ്സസ്. അപ്പോ അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഇതിന്റെ അകത്ത് പഠിക്കുന്നത്. രണ്ടാമത്തത് ബയോളജിക്കൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. അതായത് ഇവിടെ ലാസ്റ്റ് ഒരു വളരെ ദ്രവീകരിച്ച ഒരു സ്കൾ കണ്ടിട്ടില്ലേ, അത് വളരെ മില്യൺസ് അഥവാ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്കളാണ്. പിന്നെ പതുക്കെ 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 എന്ത് ചെയ്യുന്നുണ്ട്, ആസ്ട്രലോപിതെക്കസ്, പിന്നെ ഹോമോ ഇറക്ടസ്, അങ്ങനെ ഹോമോ നിയാൻഡർതാൽസ്, പിന്നെ ഹോമോ സാപ്പിയൻസ് വരെ എത്തുന്നുണ്ട്. അപ്പൊ ഇത് പുതിയ സ്കളാണ്. എന്ന് വെച്ചാൽ വളരെ റീസെന്റ് ആയിട്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മനുഷ്യരൊന്നുമല്ല, പകരം ഒരുപാട് ആയിരക്കണക്കിന് 2000-കണക്കിന് ഈ ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ എന്താ പറയാ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആധുനിക മനുഷ്യരെന്ന് പറയാൻ പറ്റും. ആധുനിക മനുഷ്യരുടെ പൂർവികരെ കുറിച്ചുള്ളതാണ്. നമ്മൾ ഇപ്പോഴത്തെ ആധുനിക മനുഷ്യർ, അതായത് ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ശാസ്ത്രപരമായിട്ട് വിളിക്കുന്ന ഹോമോ സാപ്പിയൻസ് അതായത് 2 സാപ്പിയൻസുകളുണ്ട്. അപ്പോ നമ്മളാണ് ആധുനിക മനുഷ്യർ. അപ്പോ ഈ ഒരു എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസിൽ നമ്മൾ കുറെ അധികം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അഥവാ സൂചകങ്ങളുണ്ട്. ഒന്ന് ശാരീരികപരമായിട്ട് നമ്മൾ ഇത് ഇന്ന സ്റ്റേജിലുള്ള ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണെന്ന് മനസ്സിലാക്കുന്ന ഒന്ന് സ്കള്, അവിടെ തലയോട്ടി, അതായത് തലയോട്ടിയുടെ ഷേപ്പ് അനുസരിച്ചിരിക്കും. തലയോട്ടി എത്ര വലുതാണോ എത്ര ചെറുതാണോ അതിനെ കുറിച്ചൊക്കെ നോക്കുക. അതായത് ആദ്യം നമ്മുടെ മനുഷ്യരുടെ എന്താ പറയാ തലയോട്ടി വളരെ ചെറുതായിരുന്നു, ചെറിയ ബ്രെയിൻ ആയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു, ഇവിടെ തലയോട്ടി എന്ത് ചെയ്തു, കുറച്ച് ചുരുങ്ങി വന്നിട്ട് എന്താ പറയാ ബ്രെയിനുള്ള ഒരു സ്ഥലം കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മനുഷ്യരെത്തിയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ തലയോട്ടി കുറച്ച് ചെറുതായിട്ട് ബ്രെയിൻ നല്ല വലുതായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്, ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ മനുഷ്യന്റെ തലച്ചോറ് എന്ത് ചെയ്യുന്നുണ്ട്,
വളരുന്നുണ്ട്, രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവർ ഇന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം ഈ ഒരു എവല്യൂഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ബൈപ്പഡലിസം. ബൈപ്പഡലിസം എന്ന് വെച്ചാൽ ആദ്യം ഏപ്പിൾ എങ്ങനെയാണ് ക്ലാസ് ചെയ്യുന്നത്, അത് നമുക്ക് ആദ്യം ആ ഒരു പിക്ചർ ഒന്ന് നോക്കാം. ആദ്യം നോക്കി ഈ ഏപ്പിൾ എങ്ങനെയാന്ന് കുനിഞ്ഞു നിന്നിട്ട് മരത്തിൽ പെട്ടെന്ന് ചാടുന്നതിന് വേണ്ടി എപ്പോഴും ചാടി ചാടി നടക്കുന്ന ഏതാണ്. പിന്നെ പതുക്കെ പതുക്കെ ആൾക്കാരുടെ കാലൊക്കെ നേരെ വന്നിട്ട് നിവർന്ന് നിന്നിട്ട് ഇവർ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, നടക്കാനും ചാടാനും ഓടാനായിട്ട് തുടങ്ങി. ഈ നിവർന്ന് നിൽക്കുമ്പോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ കണ്ണും ഇവരുടെ കാലും ഇവരുടെ കൈയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇര, അതായത് വേട്ടയാടുമ്പോൾ അവരുടെ ഇരകളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവർക്ക് പറ്റും. അതായത് നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടാകും നമുക്ക് വീട്ടിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച്. പക്ഷെ ഈ കുരങ്ങന്മാരായിരുന്നാലും ഈ നമ്മുടെ എന്താ പറയാ നിവർന്ന് നിൽക്കുന്ന മനുഷ്യന് മുമ്പുള്ള ആൾക്കാരായിരുന്നാലും നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിന്നിട്ട് കുറച്ച് എന്താ പറയാ നമുക്കൊരു നേരായിട്ടുള്ള വിഷയമാണ്. കാരണം നമുക്കിപ്പോഴും ഒരു കൂനുണ്ട്, നമ്മൾ പിറകിലോട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ കാല് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ചാടി ചാടി നിൽക്കുന്ന ഇതാണ്. അപ്പൊ ആ ഒരു ഇതൊക്കെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ബൈപ്പഡലിസം, BIPEDALISM, ബൈപ്പഡലിസം ഇതിനെ കുറിച്ച് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ. അപ്പൊ ഒന്ന് സ്കള്, രണ്ട് ബൈപ്പഡലിസം. മൂന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ഇറക്ട്നെസ് അഥവാ നമ്മൾ നിവർന്ന് നിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. അതായത് എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൈക്കും കാലിനും ഉണ്ടായ വ്യത്യാസം. മറ്റേത് നമ്മൾ നിവർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നടക്കുക, അത് ആ ഒരു ബൈപ്പഡലിസം. ഇത് നമ്മൾ നിവർന്ന് നിൽക്കുമ്പോൾ കൈക്കും കാലിനും ഉണ്ടായ വ്യത്യാസം എന്താണ്, അതായത് ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ കുരങ്ങന്മാരെ കയറുന്നത് പോലെ മരത്തിൽ പിടിച്ച് കയറാനൊന്നും പറ്റത്തില്ല. പക്ഷെ പൂർവികരായുള്ള ആൾക്കാർക്ക് പറ്റുമായിരുന്നു, പക്ഷെ നമുക്കുള്ള അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അതിനർത്ഥം എന്താണ്, നമ്മുടെ അസ്ഥികൾക്കൊക്കെ മാറ്റം വരുന്നതിനായിട്ട് തുടങ്ങി, നമ്മുടെ അസ്ഥികൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, രൂപാന്തരം വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ബയോളജിക്കൽ എവല്യൂഷൻ ഹ്യൂമൻസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ബയോളജിക്കലി നമുക്ക് വ്യത്യാസം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൾച്ചറലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യര് അവർക്ക് കിട്ടുന്ന കല്ലെടുത്തിട്ട് ജീവികളെ എറിഞ്ഞിട്ടും മരത്തിൽ എറിഞ്ഞിട്ടും കായ്കളൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇവർ എന്ത് ചെയ്യുന്നത്, ജീവിച്ചിരുന്നത്. ഇവരുടെ ഫുഡൊക്കെ ഇവർ കണ്ടെത്തിയിരുന്നത്. പിന്നെ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ച് എന്ത് ചെയ്ത് പരുക്കൻ കല്ലുകൾ മാറ്റി കുറച്ച് എന്താ പറയാ മിനുസമുള്ള കല്ലുകൾ ഇവർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി ഇവിടെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ എന്ത് ചെയ്തു, ജീവികൾ പെട്ടെന്ന് തന്നെ ആ ഒരു കുറച്ച് മിനുസായിട്ടുള്ള സ്ഥലം എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് അതിന് തല കൊണ്ടിട്ട് ജീവികൾ മരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് അവിടെ ആ ഫുഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മരത്തിൽ അത് എറിയുമ്പോഴത്തേക്കും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ കൾച്ചർ നിയോലിത്തിക് എന്ന് പറഞ്ഞൊരു, അതായത് ആദ്യം നോർമൽ ആയിട്ടുള്ള കല്ല്, അതിനെ നമ്മൾ പാലിയോലിത്തിക് കൾച്ചർ എന്ന് പറയും. പിന്നെ കുറച്ച് മിനുസാക്കപ്പെട്ട കല്ലുണ്ട്, അതിന് നമ്മൾ മെസോലിത്തിക് കൾച്ചർ എന്ന് പറയും. മൂന്നാമത്തെ നിയോലിത്തിക് കൾച്ചർ. ആ നിയോലിത്തിക് കൾച്ചർ എന്ന് വെച്ചാൽ ആ കല്ലുകൾക്ക് ഒരു കൂർത്ത മുന ഉണ്ടാവും. ആ ഒരു കൂർത്ത മുന കാരണം എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് ഹണ്ടിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും, വേട്ടയാടുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, കൃഷിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കുറെ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ നിയോളിത്തിക് കൾച്ചറിൽ ഈ നമ്മുടെ സ്റ്റോൺസ്, നമ്മുടെ കല്ലുകൾക്ക് ഉണ്ടായ വ്യത്യാസം കാരണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അടുത്ത ടൂല് പഠിക്കാം. നമ്മൾ ഇത്രയും നേരം നമ്മൾ നമ്മുടെ മനുഷ്യരുടെ പൂർവികർ നിലനിന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഇനി അവർ നിലനിന്നതിന് കാരണമായിട്ടുള്ള സംഭവമാണ് എന്തോന്ന്, അവർ ഫുഡ് ആഹാര ശേഖരണം നടത്തിയിരുന്നത്. അപ്പോ ആഹാര ശേഖരണത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാണ്, ആദ്യം വേട്ടയാടിയിട്ടായിരുന്നു ഇവരെല്ലാം ചെയ്തത്. പിന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, വേട്ടയാടുന്നത് അത്രയും വലിയ ഇതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്തു, അവര് അവര് ഈ മൃഗങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടിട്ട് തുടങ്ങി. അപ്പോ ഈ മൃഗങ്ങൾ എന്ന് പറയുമ്പോ സിംഹവും കടുവയൊന്നും ആവില്ല, കാരണം അതൊക്കെ പ്രിഡേറ്റേഴ്സ് ആണ്. അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെയും കൊല്ലാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊല്ലാൻ ആഗ്രഹിക്കാത്ത ജീവികളില്ല, അതായത് പോത്ത്, കാള, പിന്നെ ആടുകള്, മാനുകള്. അപ്പോ ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, ഈ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത്
അപ്പൊ ഇതിനൊക്കെ നമുക്ക് പാല് കറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്താ, നമുക്ക് മാംസമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന്റെ ഇപ്പോഴത്തെ ആ ഒരു ശൈലി തന്നെ അപ്പോഴും ഉണ്ട്. അപ്പോ ഇതൊക്കെ കാരണം എന്ത് ചെയ്യാൻ തുടങ്ങി? അപ്പോ ഇവര് എന്ത് ചെയ്തു? ഇതല്ലേ ലാഭം. മറ്റേത് നമ്മൾ കാട്ടിൽ ചെന്നിട്ട് നമ്മൾ വേട്ടയാടണം. പക്ഷെ ഇത് നമുക്ക് ലാഭമല്ല. നമുക്ക് ചുറ്റും തന്നെ എന്തുണ്ട്? നമുക്ക് വേലിയൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പശുക്കളെയും ആടുകളെയും മാടുകളെയും ഒക്കെ വളർത്തിയിട്ട് നമുക്ക് പല പല മൾട്ടി പർപ്പസ് ഉണ്ട്. അതായത് ഒരുപാട് എന്താ പറയാ ലക്ഷ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പറ്റും. പിന്നെ ആ ഒരു ഇത് പിന്നെ എന്ത് ചെയ്തു? പ്ലാന്റ്സ്, അതായത് പിന്നെ ഇവർക്ക് തുടങ്ങി എന്താണ്? നമുക്ക് മൃഗങ്ങളെ മാത്രമല്ല നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ വളർത്തൂടെ, അതായത് ഇതിന് എന്തെങ്കിലും കായ്ഫലങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ആ ഒരു മരം നട്ടുപിടിപ്പിച്ചൂടാ, അല്ലെങ്കിൽ ആ ഒരു ധാന്യങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചൂടാ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോ അതാണ് ആ ഒരു ഇത്. അപ്പൊ അങ്ങനെ ഒരു ചിന്തിച്ച് ചിന്തിച്ച് വന്നതാണ് എന്ത് ചെയ്ത്? കൃഷിയുടെ ആരംഭം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയോളിതിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞ നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കും. അതായത് ഞാൻ നിയോളിതിക്കിൽ പറഞ്ഞില്ലായിരുന്നു, മിനുസാക്കോട്ട് നല്ല കൂർത്ത മുനയുള്ള കല്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ കമ്പില് കെട്ടി വെച്ചിട്ട്, ഈ ഒരു ഒരു കമ്പില് കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്യും? ഇവര് കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇവര് പ്ലോ, അതായത് എന്ത് ചെയ്ത്? മണ്ണൊക്കെ കുഴിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മൾ അരിയൊക്കെ പ്ലോ ഒക്കെ ചെയ്ത് ഉഴുത് മറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി അവർ തുടങ്ങി. അപ്പോ ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ചെയ്തത് വഴി കൃഷി എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വന്നു. ഈ കൃഷി കാരണം എന്ത് ചെയ്തു? മനുഷ്യർ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ഒരു നിലനിന്നിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടി തുടങ്ങി. അത് സെഡൻഡറി ലൈഫ് തുടങ്ങാൻ വേണ്ടി തുടങ്ങി. അതായത് നേരത്തെ വരെ മനുഷ്യര് എന്നാ നമ്മുടെ പൂർവികര് ഇന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ആടിനെയും മാടിനെയും കിട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവര്? അവര് പിറ്റേ ദിവസം നോക്കിയപ്പോ ഇവിടെ ഒന്നുമില്ല. അപ്പൊ അവര് എന്ത് ചെയ്തു? വേറൊരു സ്ഥലത്തേക്ക് മാറുന്നു. അതായത് നൊമാഡ്സ് അഥവാ ഒരു എന്താ പറയാ, നാടോടികളെ പോലെയായിരുന്നു ഇവര് നിന്നിരുന്നത്. പക്ഷെ പിന്നീട് അഗ്രികൾച്ചർ, നിയോളിത്തിക് റെവല്യൂഷൻ, നിയോളിത്തിക് കൾച്ചർ, ഇതൊക്കെ വന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ തുടങ്ങി? ഇവിടെ നിന്ന ലൈഫ് സെറ്റാ, ഇവിടെ നിന്നാ കുഴപ്പമില്ല. അങ്ങനെ എന്ത് ചെയ്തു? അവര് കൃഷി തുടങ്ങാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പല പല സ്ഥലങ്ങളില് ഏതൊക്കെ കൃഷിയാണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെ കൃഷി രീതികളായിരുന്നു ഉണ്ടായിരുന്ന, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മുടെ ഡയറ്റ് അഥവാ നമ്മുടെ ആഹാര രീതികൾ എങ്ങനെയൊക്കെയാണ് മാറിയത്, ഇതൊക്കെയായിരിക്കും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. പിന്നെ അടുത്തത് എന്തെന്ന് വെച്ചാൽ കോൺസിക്വൻസ് ഓഫ് അഗ്രികൾച്ചർ. നേരത്തെ പറഞ്ഞില്ല നമ്മൾ ആഹാര രീതിയൊക്കെ മാറി എന്ന് പറയുന്ന, ഈ ആഹാര രീതിയൊക്കെ മാറുന്നതിന് മെയിൻ കാരണം അഗ്രികൾച്ചർ ആണ്, കൃഷി. അപ്പൊ ഈ കൃഷി കാരണം ആഹാര രീതി മാത്രമല്ല മാറിയത്, പല പല സംഭവങ്ങൾ വേറെ മാറിയിട്ടുണ്ട്. അതായത് മനുഷ്യർ കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ സസ്റ്റൈനബിലിറ്റി, അവരുടെ നിലനിൽപ്പിനെ എന്ത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് ഇന്ന് മാത്രല്ല, ഇന്നത്തെ കാര്യം മാത്രല്ല, നമുക്ക് നാളത്തെ കാര്യം കൂടി ആലോചിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ എന്താ പറയാ, ഫുഡ് എന്താ പറയാ, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? ട്രേഡ്, അത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞ സംഭവം ഒരു ഇതുണ്ട്. അതായത് ഞാൻ നിനക്ക് 2 മാങ്ങ തന്നാ നീ എനിക്കൊരു തേങ്ങ താ. ആ ഒരു ഇതാണ് എന്താ ബാർട്ടർ സമ്പ്രദായം. പൈസയ്ക്ക് പൈസയല്ല നമ്മൾ സാധനം വാങ്ങിക്കുന്നത്, അതായത് സാധനങ്ങൾക്ക് പകരം സാധനം. അതാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ആ ഒരു സമ്പ്രദായം ഇതിനു ശേഷം വരാൻ വേണ്ടി തുടങ്ങി. കാരണം ആ സമയത്ത് മോണിറ്ററി വാല്യൂ ഒന്നുമില്ല, പൈസയൊന്നുമില്ല. അപ്പോ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന വഴി വ്യാപാരം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തുടങ്ങാൻ വേണ്ടി തുടങ്ങി. അപ്പോ ആ ഒരു വ്യാപാരത്തിന് അതുകൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പുതിയ കിൻഷിപ്പ്. കിൻഷിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മള് കൂട്ടും കൂടിയുള്ള ജീവിതം. അതായത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തിന്റെ മൂല്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി നമ്മുടെ കൂട്ടുകെട്ടിൽ. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ആർക്കിയോളജിക്കൽ സൈറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സൈറ്റ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയാണ് മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ സോഴ്സസ്, അത് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മള് കോൺസിക്വൻസ് ഓഫ് അഗ്രികൾച്ചറിൽ മെയിൻ ആയിട്ട് വരുന്ന സംഭവമാണ് എന്തോന്ന്? ബ്രോൺസിന്റെ എന്താ പറയാ, ഒരു കണ്ടുപിടിക്കലല്ല, കണ്ടെത്തൽ. അപ്പൊ ഈ ബ്രോൺസിന്റെ കണ്ടുപിടിക്കൽ കാരണം എന്ത് ചെയ്തു? അത് അടുത്ത തീമാണ്, ബ്രോൺസ് സിവിലൈസേഷൻ. അപ്പൊ ബ്രോൺസിന്റെ അതായത് കണ്ടെത്തിയത് കൊണ്ട് വേറെയും കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം, മെച്ചപ്പെട്ട സംഭവം വരാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നല്ല മെച്ചപ്പെട്ട ടൂൾസ്, അതായത് ആയുധങ്ങള്, പിന്നെ മെച്ചപ്പെട്ട എന്താണ് നമ്മുടെ യൂട്ടൻസിൽസ്, സാധനങ്ങൾ, നോർമൽ ആയിട്ടുള്ള സാധനങ്ങള്, പിന്നെ വേറെ എന്താ പറയാ, മെച്ചപ്പെട്ട വേറെ എന്താ പറയാ, വാസ്തുവിദ്യകള്, നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഡിബേറ്റ് ഉള്ള സംഭവം, നമ്മൾ ഈ ബ്രോൺസ് സിവിലൈസേഷൻ പഠിക്കും.
പക്ഷെ ഏറ്റവും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും ബ്രോൺസ് അവൈലബിൾ ആകുന്നു. വളരെ ബെറ്റർ ആക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പിന്നീട് ബ്രോൺസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ആദ്യമൊക്കെ മിക്കുള്ളവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും അതിന്റെ ബേസിസിൽ സോഷ്യൽ സ്ട്രക്ചർ മാറാൻ വേണ്ടി തുടങ്ങി. സാമൂഹികപരമായിട്ടുള്ള ഘട്ടക്കാരുടെ ഹൈറാർക്കി വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതിനുശേഷം ബ്രോൺസ് എല്ലാവർക്കും ലഭ്യമായിരുന്നു. അപ്പോ ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ വന്ന രണ്ട് പ്രധാനപ്പെട്ട സിവിലൈസേഷൻ ആണ്. ഒന്ന് ഈജിപ്ഷ്യൻ സിവിലൈസേഷനും രണ്ട് ഷാം സിവിലൈസേഷനും. അപ്പൊ ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ബ്രോൺസ് അതിന്റെ ഇൻഫ്ലുവൻസ് സ്വാധീനം ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നെങ്കിലും ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇവർ യൂസ് ചെയ്തിരുന്ന ഇവിടെ പിരമിഡ് സ്ട്രക്ചർ. അതായത് ഈ പിരമിഡ് സ്ട്രക്ചറിൽ വളരെയധികം ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. അതായത് ആൾക്കാരെ മാക്സിമം അവരുടെ എന്താ പറയാ അവരുടെ രക്തമൊക്കെ ഊറ്റിയെടുത്തിട്ട് അവരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ചൂഷണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഓരോ പിരമിഡുകൾക്ക് നിർമ്മിച്ചത്. അപ്പോ ഇതൊക്കെ പിരമിഡൊക്കെ വേൾഡ് ഫേമസ് വണ്ടേഴ്സ് ഒക്കെ തന്നെയാണെങ്കിലും ഇതിന് മുന്നിൽ ഒരുപാട് കഷ്ടതകളുണ്ട്. അപ്പൊ ഈ പിരമിഡ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്നതാണ് ഇവരുടെ ഫീച്ചേഴ്സ്. അതായത് ഇവർ ആ ഒരു സിവിലൈസേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആ ഫീച്ചേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇവരുടെ എഴുത്തുവിദ്യ. എഴുത്തുവിദ്യ ആയിട്ട് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ്. അപ്പോ ഹൈറോഗ്ലിഫിക്സ് ലിപിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവർക്കുണ്ടായിരുന്ന സീ ട്രേഡ്. അതായത് ഇവരപ്പോ സമുദ്ര വ്യാപാരം ഒരുപാട് നടത്തിയിരുന്നു. അപ്പൊ സമുദ്ര വ്യാപാരം എങ്ങനെയായിരുന്നു, ഇവിടെ വ്യാപാര മേഖല എങ്ങനെയായിരുന്നു, ഇവിടെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കും. അതായത് ഇവിടെ എക്കണോമിക് സിസ്റ്റം, പിന്നെ എന്താ പറയുക ഇവിടെ സോഷ്യൽ ഹൈറാർക്കി, ഇതൊക്കെ നമ്മൾ സോഷ്യൽ ഹൈറാർക്കി മനസ്സിലായി. സോഷ്യൽ ഹൈറാർക്കി എന്ന് വെച്ചാൽ സാമൂഹികപരമായി നമ്മൾ ഓരോ നിലകളിലുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കൾച്ചറൽ ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് കുറച്ച് പെയിന്റിങ്സ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഷാങ് സിവിലൈസേഷൻ. ഷാങ് സിവിലൈസേഷൻ നമ്മൾ ഇത് ഈജിപ്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഷാങ് സിവിലൈസേഷൻ ചൈനയിലുള്ള ഇതാണ്. ഹിസ്റ്ററിയിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ഒന്ന് ഈസ്റ്റ് ഓറിയന്റഡ്, രണ്ട് വെസ്റ്റ് ഓറിയന്റഡ്. ഒന്ന് ഈസ്റ്റ് ഓറിയന്റഡ് എന്ന് വെച്ചാൽ ചൈന, ഇന്ത്യ അതുപോലുള്ള കൊറിയ, ജപ്പാൻ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആശയങ്ങളും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നുണ്ടാകുന്ന എന്താണ് ചരിത്രങ്ങൾ. വെസ്റ്റ് ഓറിയന്റഡ് എന്ന് വെച്ചാൽ വെസ്റ്റ് ഓറിയന്റഡ് അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. വെസ്റ്റ് ഓറിയന്റഡ് നമ്മൾ അമേരിക്കയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് യൂറോപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂറോ സെൻട്രിക് ആയിട്ടുള്ള ആശയങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പോ എന്താ പറയാ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇതെന്താണ് ചൈനീസ് സിവിലൈസേഷൻ. അപ്പൊ ഈ ചൈനീസിൽ ഉണ്ടായിരുന്ന ഇതായിരുന്നു. നമ്മൾ പണ്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചൈനീസ് സിവിലൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഷാം സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്കും എന്തുണ്ടായിരുന്നു? ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എഴുത്തുവിദ്യയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. പിന്നെ ഇവരെങ്ങനെയാണ് ബ്രോൺസ് അഥവാ ഇവരെങ്ങനെയൊക്കെയാണ് ബ്രോൺസ് ഒക്കെ യൂസ് ചെയ്തത്, ഇതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് സംസാരിക്കും. അടുത്തത് അയനൈസ് സിവിലൈസേഷൻ. അപ്പോ എന്ത് ചെയ്തു? നമ്മുടെ ബ്രോൺസിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അയൺസിനെ കുറിച്ച്. അയൺസ്, ഇരുമ്പ്. അപ്പോ ഈ ഇരുമ്പ് കാരണം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്? അതായത് ഈ ഇരുമ്പ് എങ്ങനെയാണ് എന്ത് ചെയ്ത് നമ്മൾ ഒരുപാട് ഇതിലൊക്കെ സഹായിച്ചത്? നമ്മുടെ ഒരു ജീവിത രീതി മാറുന്നതിന് വേണ്ടി കാരണമായത് എന്തൊക്കെയാണ്? അതിന്റെ ഇംപ്ലിക്കേഷൻസ്, അതായത് അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം, ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചാണ്. ഇതൊക്കെ ആദ്യം നമ്മൾ ആഭരണങ്ങൾ, ഓർണമെന്റ്സ് ആയിട്ട് ഇരുമ്പ് യൂസ് ചെയ്തു. പിന്നെ അതിനുശേഷം സൈന്യത്തിന് ഡ്രസ്സൊക്കെ, ആർമേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഇതൊക്കെ ആയിട്ട് ഉപയോഗിച്ചു. പിന്നെ വാള്, സ്പോർട്സ്. അപ്പൊ മിലിറ്ററി ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു അയണിന്റെ കണ്ടുപിടുത്തവും അയൺ കണ്ടെത്തുന്നതും അയണിന്റെ യൂസ്. പിന്നെ എന്താ പറയാ നമ്മുടെ മാർക്കറ്റിങ്, പിന്നെ എന്താ പറയാ നമ്മുടെ അഗ്രികൾച്ചർ, നമ്മുടെ കൃഷി, പിന്നെ എന്താ പറയാ നമ്മുടെ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് അതിന്റെ പ്രതിരോധങ്ങൾക്ക് വേണ്ടി, പിന്നെ ഹോഴ്സസ്, ഇങ്ങനെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് എന്തിനുണ്ടായിരുന്നു? അയണിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്ന നൊമാഡിക് ഗ്രൂപ്പ് ഇൻ സെൻട്രൽ ഏഷ്യ ആൻഡ് വെസ്റ്റ് ഏഷ്യ. ഈ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം പൂർവികര് നൊമാഡ്സ് പോലെ ആയിരുന്നു. പിന്നെ അവർ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? അവര് സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് തുടങ്ങാൻ വേണ്ടി തുടങ്ങി. സെഡൻഡറി ലൈഫ് എന്ന് നമ്മൾ പറയും. പക്ഷെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോഴും ചില ആൾക്കാർ കുറെ കാലത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അവര് നൊമാഡ്സ് ആയിട്ട്, നാടോടികളായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങി.
അതിന് കുറെ കാരണങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ക്ലൈമറ്റ് ആ ഒരു വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ അവർ അങ്ങനെ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറച്ച് കേസുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് കുറച്ച് ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കുറച്ച് നൊമാഡിക് ഗ്രൂപ്പ്സിനെ കുറിച്ച്. ഇപ്പോ എന്താ പറയാ, അവരെങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ മിലിറ്ററി സൈന്യം എങ്ങനെയായിരുന്നു, അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, അതായത് ക്രാഫ്റ്റും പിന്നെ എന്താ പറയുക പെയിന്റിങ്സ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ. അടുത്തത് നമ്മുടെ നൊമാഡിക്സ് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടീമിൽ വരുന്നത് ഫോർമേഷൻ ഓഫ് എംപയർസ്. അതായത് അയാൾ യൂസ് ചെയ്ത വഴി എന്ത് ചെയ്യുന്നുണ്ട്, മിലിറ്ററിയും വലിയ വലിയ കോട്ടകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ എന്ത് ചെയ്യാം, പുതിയ എംപയർസ് വരാം, പുതിയ എന്താ പറയാ ഭരണസ്ഥിര കേന്ദ്രങ്ങളൊക്കെ വരുന്നതിന് കാരണം, ക്യാപിറ്റൽസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറെ എന്ത് ചെയ്തു, എംപയർസ് ആ സമയത്ത് ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി. ആ എംപയർസിന് നമ്മൾ മെയിൻ ആയിട്ട് 3 എംപയർസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഒന്നാമത് എന്ന് വെച്ചാൽ അസീരിയൻ ആൻഡ് ബാബിലോൺ. അപ്പോ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഈ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇതിന്റെ 12th യൂണിറ്റില് പേപ്പറിന്റെ ഫുള്ളില് 12th യൂണിറ്റിൽ നമ്മൾ 2 എംപയർസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് അസീരിയൻ, 2 ബാബിലോൺ. അപ്പോ ഇവര് എങ്ങനെയാണ്, ഇവരുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള പൊസിഷനിങ് എങ്ങനെയായിരുന്നു, ഇവരുടെ ലീഗൽ സിസ്റ്റംസ് എങ്ങനെയായിരുന്നു, ഇവരുടെ ബ്യൂറോക്രസി എങ്ങനെയായിരുന്നു, ഇവരുടെ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എങ്ങനെയായിരുന്നു, പിന്നെ ഇവരുടെ പൊളിറ്റിക്കൽ ഫോർമേഷൻ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇത് രണ്ട് ഇതായിട്ടായിരിക്കും പഠിക്കുന്നത്. ഈ ഒരു ബാബിലോണിയ ഏറ്റവും ഫേമസ് ആവുന്ന വേറൊരു കാരണം കൂടി ഉണ്ട്. അത് എന്ന് വെച്ചാൽ നമ്മുടെ പുരാതന കാലങ്ങളിൽ ഉണ്ടായിരുന്ന ലോകമഹാ അത്ഭുതങ്ങൾ ഒന്നായിരുന്നു എന്തോന്ന്, ബാബിലോണിയയിലെ ഹാങ്ങിങ് ഗാർഡൻ, തൂങ്ങുന്ന പൂന്തോട്ടം എന്ന് പറയുന്നത്. അത് ബാബിലോണിയ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അത് നിലനിന്നില്ല, അത് നശിച്ചുപോയി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുരാതന കാലത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറയും. അതാണ് അസീറിയൻ ആൻഡ് ബാബിലോണിയൻ എംപയർ. പിന്നെ സസാനിഡ് എംപയർ. അപ്പൊ സസാനിഡ് എംപയേഴ്സും എന്താ പറയാ അവരുടെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇത് ഇറാനിൽ ഉണ്ടായിരുന്ന ഒരു എംപയർ ആണ്. അപ്പോ ഇറാനിൽ ഇപ്പോ ഇസ്ലാമിക് റിപ്പബ്ലിക് ആണ് ഇറാൻ. അപ്പോ ഇതിന് മുമ്പുണ്ടായിരുന്ന എന്താ പറയാ ഭരണ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഭരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ എംപയേഴ്സ് ഒക്കെ എന്തായിരുന്നു, ഇത് ഇസ്ലാമിക് ഇതായിരുന്നു. അപ്പൊ ഇസ്ലാമിക്കിന് മുമ്പുണ്ടായിരുന്ന ഇറാന്റെ ഒരു ഗോൾഡൻ ഏജ് ആണ് എന്തത്, സസാനിഡ് എംപയർ. അപ്പൊ ഒരുപാട് ആർക്കിടെക്ചർ, കൾച്ചറപരമായിട്ടുള്ള ആർട്ട് ഫോംസ് ഒക്കെ എന്തുണ്ട്, സസാനിഡിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് തീമാണ് ആൻഷ്യൻ ഗ്രീസ്, പുരാതന ഗ്രീസ്. അപ്പൊ ഈ ആൻഷ്യൻ ഗ്രീസിന് നമ്മുടെ അടുത്ത യൂണിറ്റ് എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് വർക്കിംഗ് ഗ്രീസ്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏബ് തുടങ്ങിയിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യര് ജനാധിപത്യത്തിനെ കുറിച്ചും ഒരു പാർലമെന്റ് പോലത്തെ സിസ്റ്റമൊക്കെ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമ്മള് അപ്പൊ അതുവരെ നമുക്ക് മനുഷ്യർക്ക് രൂപാന്തരം വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഗ്രീസിലാണ് അത് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോ ഡെമോക്രസിയുടെ ക്രാഡിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഗ്രീസിനെ. അപ്പൊ അതിനൊക്കെ കാരണമായത്, അതൊക്കെ എങ്ങനെയാണ് രൂപാന്തരം, അതൊക്കെ എങ്ങനെയാണ് എന്താ പറയാ, നമുക്ക് എമർജൻസി എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ അതിലൊരു എവല്യൂഷൻ വന്നത് എങ്ങനെയാണ്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിനകത്ത് നമ്മൾ ഡെമോക്രസിയുടെ നേച്ചർ, ഈ ഗ്രീക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ സ്വഭാവ രീതികൾ എന്തൊക്കെയാന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയാ അവരുടെ ആ ഒരു ജോഗ്രഫി, ആ സമയത്ത് ഗ്രീസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ആ സമയത്ത് ഗ്രീസിനുണ്ടായിരുന്ന ലോക ഭൂപടത്തിലുണ്ടായിരുന്ന എന്താ പറയാ പൊസിഷൻ എന്തൊക്കെയായിരുന്നു, പ്രാധാന്യം എന്തൊക്കെയായിരുന്നു, ഇതൊക്കെയായിരുന്നു നമ്മൾ പറയുന്നത്. പിന്നെ അടുത്ത ഇവിടെ കുറച്ച് എക്കണോമി നമ്മൾ പറയുന്നുണ്ട്. ഈ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഗ്രീസിന് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്കണോമിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മെയിൻ സംഭവമാണ് എന്ത്, സ്ലേവറി, അടിമത്തത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോ അടിമത്തം അഥവാ സ്ലേവറി ഗ്രീസിന്റെ ഏറ്റവും എന്താ പറയാ ഇന്നോവേറ്റബിൾ ആണ്. അതായത് ഏറ്റവും അധികം എന്താ പറയാ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോ അതൊക്കെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് പറയുന്നത്. പിന്നെ എന്താ പറയാ ഇതിന്റെ അകത്ത് നമ്മൾ വേറൊരു തീം കൂടെ സംസാരിക്കുന്നത്, അത് പൊസിഷൻ ഓഫ് വിമൻ ഇൻ ഗ്രീക്ക് സൊസൈറ്റി. അതായത് സ്ത്രീകൾക്ക് ആ ഗ്രീക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു, സ്ത്രീകൾക്കും സ്ലേവ്സിനും ഉണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു. അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്.
ഓക്കെ. അപ്പൊ അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻസ് ആണ്. ഈ ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കിപ്പോ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ശാസ്ത്ര ശാഖകളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ എന്താ പറയാ ഫിലോസഫി, ഇതൊക്കെ ഇവിടെ നിന്ന് തുടങ്ങിയതാണ്. ഈ ഗ്രീക്ക് കൾച്ചറിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോ അതൊക്കെ രൂപാന്തരം പ്രാപിച്ചത് എങ്ങനെയാണ്, അതിനൊക്കെ ഫൗണ്ടേഷൻ ശിലാസ്ഥാപനം നടത്തിയത് എങ്ങനെയാണ്, പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ തുടർന്ന് വന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം, എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമായിട്ട് മാറിയത് എങ്ങനെയാണ്, ഇതൊക്കെയായിട്ട് നമ്മൾ ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. പിന്നെന്താന്ന് വെച്ചാ സോഷ്യൽ സയൻസ് മാത്രമല്ല, നാച്ചുറൽ സയൻസിനും അതിന്റേതായ ഇമ്പോർട്ടൻസ് ഗ്രീക്ക് കൾച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് സുവോളജി ഒക്കെ വരുന്നതും, പിന്നെ എന്താ പറയാ മെഡിക്കൽ സയൻസ്, അതൊക്കെ അതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതൊക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിൽ വരുന്നത് ഗ്രീക്ക് ലിറ്ററേച്ചർ ആണ്, അതായത് ഗ്രീക്ക് സാഹിത്യം. അപ്പൊ അതിൽ വരുന്നതാണ് നമ്മുടെ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഹോമറിന്റെ എന്താ പറയാ രണ്ട് പുസ്തകങ്ങളെ കുറിച്ചായിരിക്കും, ഇലിയാഡും ഒഡീസി. അപ്പോ അങ്ങനെ പിന്നെ അതിനുശേഷം എന്താ പറയാ ഇവരുടെ ആർക്കിടെക്ചർ ഫോംസ്, അതായത് ഇവര് ഓരോ ടെമ്പിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ. പക്ഷെ ഇവരുടേതായ ഒരു തനത് വാസ്തുവിദ്യയാണ്. പിന്നെ ഇവരുടെ മൈത്തോളജി, മൈത്തോളജി എന്ന് വെച്ചാൽ ഇവരുടെ ഒരു എന്താ പറയാ നമ്മൾ പറയത്തില്ലേ ഇവരുടെ പുരാതന ചരിത്രങ്ങളൊക്കെ. ഇപ്പൊ ഇവർ കുറെ ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതൊക്കെ അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോ അതൊക്കെയാണ് സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചർ പാറ്റേൺസ് ഓഫ് ദി ആൻഷ്യൻ വേൾഡ്. നമ്മള് നമ്മുടെ യൂണിറ്റ് 1 നാളെ മുതൽ തുടങ്ങും. അപ്പോ ഇപ്പോഴത്തേക്ക് ഇതാണ് പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ സീ യു സൂൺ.